തറാവീഹിൻ്റെ ഇടയിലെ ദിക്റും സ്വലാത്തുകളും വലിയ ശബ്ദത്തിൽ ചിലർ ചൊല്ലുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ഈ ചോദ്യം തന്നെയാണ് ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിൽ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞത്. അതിൽ ചോദ്യം ഇതില്ലായിരുന്നെങ്കിലും വിശദീകരിച്ചപ്പോൾ ഞാനത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പള്ളിക്കകത്ത് ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതാൻ പാടില്ല. എത്ര മധുരമുള്ള ശബ്ദമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ശബ്ദം താഴ്ത്തുക. കാരണം അവിടെ ഒരാൾ ളുഹർ നിസ്കരിക്കുകയാണ്, അവിടെ ഒരാൾ അസുർ നിസ്കരിക്കുകയാണ്, അവിടെ ഒരാൾ ഇശാ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന മനുഷ്യന് അരോചകത്വം ഉണ്ടാകുന്ന വിധത്തിൽ നമ്മളിങ്ങനെ വലിയ ശബ്ദത്തിൽ ഖുർആൻ ഓതുക. നമ്മൾ എത്ര വലിയ അബ്ദുൽ ബാസിത്തിൻ്റെ ശബ്ദത്തിലാണെങ്കിലും ആ നിസ്കരിക്കുന്ന മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ തറാവീഹ് ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ ജമാഅത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില ആളുകൾ പുറകിൽ ഇശാനുസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ അവരുടെ ഇശാനുസ്കാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ തറാവീഹിനിടയിൽ വലിയ ശബ്ദത്തിൽ സ്വലാത്തും ദിക്റും ചെല്ലാൻ പാടില്ല. നമ്മൾ നോക്കുക, പുറകിൽ ആളൊക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മയത്തിൽ, ഒരു ഭവ്യതയിൽ നമ്മൾ ആ കാര്യങ്ങൾ പൂർത്തിയാക്കുക. അല്ലാതെ പള്ളിക്കകത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരിക്കലും നമ്മൾ ശബ്ദം ഉയർത്തി ഘോരഘോരം ആ സ്വലാത്തും ദിക്റും വിളിച്ചു പറയാൻ പാടില്ല. അത് ശരിയല്ല, ചെയ്യാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ.